നമസ്കാരം. കേരള പോലീസിന്റെ പണിയാണോ എടുക്കുന്നത്, അതോ ഗുണ്ടാപ്പണിയാണോ, മറ്റാരുടെയെങ്കിലും വിടുപണിയാണോ? യഥാർത്ഥ പോലീസിംഗ് ഇവിടെ നടക്കുന്നുണ്ടോ? കേരള പോലീസിനെ വിമർശിച്ചും അനുകൂലിച്ചും ധാരാളം വീഡിയോകളും എല്ലാം വരുന്നുണ്ട്. പോലീസ് സേന, നമ്മുടെ കേരള പോലീസ് സേന ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും വലിയൊരു പക്ഷം നിരപരാധികളെ കണ്ണീരിലാക്കാൻ, അവരുടെ കുടുംബം കലക്കാൻ, അവരുടെ ജീവിതം താറുമാറാക്കാൻ, ഒരുപക്ഷെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഈ കേരള പോലീസ് തന്നെ കാരണക്കാരാകുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ അത്തരത്തിൽ ആസൂത്രണം ചെയ്യുന്നത് മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അത് നടപ്പിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ CPO മുതൽ മുകളിലേക്കുള്ള കുറച്ചു പേരാണ്. ഇത് വസ്തുതയാണ്, ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഒട്ടനവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ പോലീസുകാർ ഉൾപ്പെട്ട, അതായത് പോലീസുകാർ മറ്റാർക്കൊക്കെയോ വേണ്ടി ചതിയിൽപ്പെടുത്തിയ, കള്ള പോക്സോ കേസിൽപ്പെടുത്തിയ, കള്ള പീഡന കേസിൽപ്പെടുത്തിയ ഒരുപാട് പേർ ജയിലിൽ കടന്നിട്ടുണ്ട്. മോഷണ കേസുകളടക്കം മാസങ്ങൾക്ക് ശേഷം, ചിലതൊക്കെ വർഷങ്ങൾക്ക് ശേഷം നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദീർഘകാലം അവർ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വകുപ്പുകൾ അങ്ങനെ ആയതുകൊണ്ട്, നിയമം അങ്ങനെ ആയതുകൊണ്ട്. ആ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നത് ആനന്ദം കണ്ടെത്തുന്ന പോലീസുകാരുണ്ട്. യാതൊരു മനസാക്ഷിയും ഇല്ലാതാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ മുകളിലുള്ള ഏതാനും ചില പോലീസുകാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. DGPയോ IG ഉള്ളവർക്ക് ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരാം. നമ്മുടെ ശ്രീലേഖ മാഡത്തിന് എന്തോന്ന് പറയാനുണ്ട്, കേൾക്കാം നമുക്ക്. എനിക്കെതിരെ പോലീസ് ഒരു പോക്സോ കേസ് എടുത്തത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതേക്കുറിച്ച് ഞാൻ പത്രമാധ്യമക്കാരോടൊരു വിശദീകരണം നൽകിയിരുന്നു. എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ ചെയ്തത് വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിരമിച്ച ഒരു DGP ആണ്. എന്നിട്ടും ഒരു കള്ള കേസ് എനിക്കെതിരെ എടുത്തതിന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെയാണോ കേരള പോലീസ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു വിരമിച്ച DGPക്കെതിരെ ഇതുപോലെ ഒരു FIR ഇട്ടിട്ട് പത്രങ്ങളിലൂടെ പരസ്യം നൽകുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റായിരുന്നു എന്നറിയാത്തതല്ല കേരള പോലീസ്. കാരണം 3 വർഷത്തിന് താഴെ മാത്രമുള്ള ശിക്ഷയ്ക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത CRPCയുടെ പുതിയ നിയമപ്രകാരം, അതിന്റെ 514 വകുപ്പ് പ്രകാരം ഒരു പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ ഉണ്ട്. സമയപരിധിക്കകത്ത് കേസ് കൊടുത്തിരിക്കണം എന്ന ഒരു ക്ലോസ് ഉണ്ട്. ഞാൻ ഈ ചെയ്തു എന്ന് പറയുന്ന ഒഫൻസ് 2016 10 വർഷം മുമ്പ് എന്റെ ബ്ലോഗ് പോസ്റ്റിലൂടെ, പിന്നെ 2022 ഓഗസ്റ്റില് എന്റെ വീഡിയോ ചാനലിലൂടെ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഒരു കുറ്റകൃത്യത്തിന്റെ പരമാവധി 2 വർഷമേ പണിഷ്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യേണ്ടത് സംഭവം നടന്ന് 3 വർഷത്തിനകം ആണ്. പക്ഷെ പരാതിക്കാരൻ 3.5 വർഷത്തിന് ശേഷമാണ് ഈ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട് ആ കേസ് എടുക്കാതിരിക്കാം. പക്ഷെ അതെടുത്തു. CMP ആയിട്ട് കൊടുത്ത ഒരു കേസാണെങ്കിൽ പോലും ഇതിനകത്ത് എന്റെ ഒരു വിശദീകരണം ഇതേവരെ ചോദിച്ചിട്ടില്ല. കോടതി എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചൊരു മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനൊരു വിശദീകരണം കോടതി പോലീസിനോട് ചോദിച്ചു. മ്യൂസിയം SHO അതിന് തൃപ്തികരമായ മറുപടി കൊടുത്തില്ല. അത് മനഃപൂർവ്വമല്ലേ? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ നിയമവശം വെച്ച് എഴുതിയാൽ FIR ഇടാൻ പറ്റില്ല. അതുകൊണ്ട് മനഃപൂർവ്വം FIR ഇട്ട് മനഃപൂർവ്വം എനിക്കെതിരെ വ്യക്തിഹത്യ നടത്താനായിട്ട് ആരൊക്കെയോ ചേർന്ന് പോലീസിനെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് ഇത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇത് ഞാൻ ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്ത് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് പിന്തുണയുമായിട്ട് എത്തിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു. വിരമിച്ച ശേഷം അവരുടെ പേരിൽ ഒരു വ്യാജ പോക്സോ കേസ് വന്നപ്പോഴാണ് അതിന്റെ തീവ്രത അവർക്ക് മനസ്സിലായത്. ഒന്നുകൂടി സംഭവിക്കണമായിരുന്നു. ഒരു 4-5 ദിവസമെങ്കിലും അതിന്റെ പേരിൽ ഒന്ന് ജയിലിൽ കൂടി കിടക്കണമായിരുന്നു. ഇപ്പൊ ഇവർക്ക് വന്നിട്ടുള്ള വകുപ്പ് 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷകൾ കിട്ടുന്ന വകുപ്പാണ് ഇട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അവരെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേവലം 6 മാസം മാത്രം ശിക്ഷ ലഭിക്കുന്ന കേസിൽ പോലും വീട് വളഞ്ഞ് പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എല്ലാ നിയമങ്ങളും തെറ്റിച്ച് ജാമ്യം കൊടുത്ത് വിടുന്നതിന്റെ സ്ഥാനത്ത് റിമാൻഡ് ചെയ്ത കേസുകൾ ഇവിടെ ഉണ്ട്. വൈരാഗ്യം മൂത്തിട്ട് അത്തരത്തിൽ ഒരുപാട് കേസുകൾ ഇവിടെ ഉണ്ട്. അതായത് ഒരുപാട് കുടുംബം കലക്കിയിട്ടുണ്ട്, ഒരുപാട് ജീവിതങ്ങൾ തകർത്തിട്ടുണ്ട്, ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവർ അതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സൽപ്പേര്, അതുവരെ ഉണ്ടാക്കിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു സ്ഥാനം, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പുറമെ അത് പോക്സോ കേസുകളെ, പീഡന കേസുകളുടെ കഥ, ഏതെങ്കിലും വിധത്തിലൊക്കെ കേസുകൾ ചാർത്തി കൊടുത്തുകൊണ്ട് നക്ഷത്രക്കല്ലെണ്ണിക്കുന്ന ഒരുപാട് പോലീസുകാർ. ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പോലീസ് സേനയിൽ നിന്ന് ഇവർ വിരമിച്ച ശേഷം അവർക്ക് ഇത്തരത്തിലൊരു കേസ് വരണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ നിലവിൽ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു കേസ് വരണം. അവിടെ ചെറിയ കേസ് കണ്ടെങ്കിൽ ഇവർ ഒതുക്കും. പക്ഷെ കാര്യമായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ സംഗതി പണിപ്പാളും. ഇപ്പൊ നമുക്കറിയാം ഫിലിപ്പ് മമ്പാടിന്റെ പേരിൽ വന്നിട്ടുള്ളൊരു കേസ്. അത് ശരിക്കുള്ള കേസാണോ വ്യാജ കേസാണോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ല.
പക്ഷെ അത് ശരിക്കുള്ള കേസാണ് എന്ന നിലയിൽ ഒരു വലിയ ഒരു ജനസംസാരം ഉണ്ടായപ്പോൾ അത് വെച്ചുകൊണ്ട് പോലീസ് പിന്നെ ആ നിലയ്ക്ക് നീങ്ങുന്നതായാണ് കണ്ടത്. അപ്പോൾ പോലീസുകാർ പെടണം, അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ശ്രീലേഖ മാഡത്തിന്റെ ഈ സംസാരത്തിൽ നിന്നും വളരെയധികം നിരാശ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ തലപ്പത്തിരുന്ന അവർ താഴെ ജനങ്ങൾ സാധാരണക്കാർ അനുഭവിച്ചിരുന്ന ഇതേ മനോവിഷമം ആരും സഹായിക്കാനില്ലാതെ നിയമം തങ്ങൾക്കൊരു വലിയൊരു പദവിയെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് നിന്ന് വിരമിച്ചു വന്ന ഒരാളാണ്, അങ്ങനെയെങ്കിലും അറിയാം, കുറച്ച് നിയമങ്ങളോ കാര്യങ്ങളോ വകുപ്പുകളോ ഒക്കെ അറിയാം, ചോദിക്കാം, എന്നിട്ട് ചെന്ന് അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരോട് ചോദിക്കാം, അല്ലെങ്കിൽ കോടതിയിൽ ബന്ധപ്പെട്ട വക്കീലുമാർക്ക് നിയമം പറഞ്ഞു കൊടുത്തവർ കൊണ്ട് വാദിപ്പിക്കാം, ഒക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത സാധാരണക്കാരായ പാവപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിൽ ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന നിങ്ങളുടെ കീഴ് ജീവനക്കാരായ ഒരുപാട് പേർ അത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. മാഡത്തിന്, ശ്രീലേഖ മാഡത്തിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ സംഭവത്തിൽ വളരെ വിഷമമുണ്ട്. ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് പോലീസുകാർക്ക് അറിയാനുണ്ട്, അവരും അകത്ത് പോകേണ്ടതുണ്ട്. അവർ ചെയ്യുന്നതിന്റെ ഫലം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രതിയായി ഒരു ദിവസമെങ്കിലും അവർ ജയിലിൽ അടയ്ക്കപ്പെടണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കുന്ന മുഴുവൻ പോലീസുകാർക്കും വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ ഏതെങ്കിലും ഒരു കേസോ കള്ളക്കേസോ കുടുങ്ങി ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.